Alright, so now it's time for us for the question and answer. Jury members, are you all ready? So we have 5 of them. So we start from Anjali. Anjali will start with the questions. So contestant number 1, please step forward. You can choose your language, Malayalam or English. And if you do not understand, please ask once more. Okay? Hi, Priya. Hello. Malayalam. Malayalam. English, ma'am. You can. Yeah. Both of them are okay for me. Okay. So, how do you overcome failure? Thank you for this beautiful question, ma'am. I am into teaching field. So there are so much of failures as a teacher and as a student dealing with the students. Because dealing with the junior kids, 3 age to 5 age, is very difficult because we can't overcome all the children. So, first of all, I take a deep breath in and release it because every day it's a new challenge for me. So, never involve our family problems, our personal problems into the organization or the teaching field. So, smile along with the children, play, sing and dance. That's the main motive, I think, to overcome the failure in my life as a teacher. Thank you. Thank you so much. That was contestant number 1 for us. And now calling on contestant number 2. And question will be asked by Dr. Prince. Hello. Hi, ma'am. Sudhano. Tension ഉണ്ടോ? ടെൻഷനില്ല, കൂളാണ്. ഇതിനു മുമ്പ് പേജറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? അതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പേജറ്റിലും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ പാഠം പഠിക്കുന്നുണ്ടോ? ഓരോ പേജറ്റിലും ഞാൻ ഓരോ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചേഞ്ചസ് വരുത്താൻ നമ്മൾ ശ്രമിക്കാറ്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാടായി ഫിറ്റ്നസ് ട്രെയിനർ, പിന്നെ ഫാഷൻ ഡിസൈനറാണ്, ഒരു അമ്മയാണ്. അപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് ടു പ്രയോറിറ്റൈസ് ഇതിൽ മൂന്നിനെയും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യും? ഞാനൊരു സിംഗിൾ പാരൻ്റാണ്, മാമിനെന്നറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ ഈ ഒരു 3 മീൻസ് എൻ്റെ പാഷനാണ് ഫാഷൻ ഡിസൈൻ, മ്യൂസീഷ്യൻ, ഫിറ്റ്നസ്, അതിൻ്റെ കൂടെ മോഡലിംഗ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ മകനെ കരുതിയിട്ട് മാത്രമാണ്. എൻ്റെ മകൻ ഒരു നാൾ എന്നോട് ചോദിക്കും, അമ്മ എന്താണ് അമ്മയ്ക്ക് അമ്മയുടെ ലൈഫിൽ എന്താ ചെയ്യാൻ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണെന്ന് ഞാൻ കരുതുന്നു. വെരി വെൽ ആൻസർ. ഓക്കെ, ഇപ്പം മകന് വേണ്ടിയാണ് അൻസി ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അൻസിക്ക് വേണ്ടി അൻസി എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് മാം. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എക്സാക്ട്ലി എനിക്ക് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂമെൻ്റ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you so much. That was contestant number 2 for us. And now calling on contestant number 3. Hi, Shruti. Hi. Are you nervous? No. Ashwati, my question is, how do you define woman of substance? മനസ്സിലായോ? അതായത് ഒരു വുമൻ്റെ എസെൻസ് ഓഫ് എ വുമൺ അതെങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യണം? എസെൻസ് ഓഫ് വുമൺ, യുവർ എ വുമൺ. ഞാനൊരു +2 പഠിക്കുന്ന കുട്ടിയുടെ അമ്മയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. അങ്ങനെ 2 കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞതോടുകൂടി ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു
ഞാൻ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് താല്പര്യമില്ല, ഡാൻസ് ആയാലും ഇങ്ങനത്തെ മോഡലിങ് ഒന്നും താല്പര്യമില്ല. പക്ഷെ ഇത് ഫേസ് ഓഫ് കേരളയിൽ മത്സരത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീണ്ടും ഈ ഒരു മോഡലിങ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോയിൽ ഇറങ്ങിയത്. അതായത് ബോൾഡ് സ്റ്റെപ്പ് നൗ അല്ലേ? അപ്പം എന്നിട്ട് ഇന്നും എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ഷോയിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ കൂടെ എനിക്ക് വിട്ടത്. അപ്പോൾ ഇനി ഒരു ചാൻസ് ഇതിൽ പോകുമോ? അപ്പോൾ ഇഫ് യു വിൻ ദിസ് ഈ ടൈറ്റിൽ അപ്പോൾ ഞാൻ രാവിലെ വരുന്ന ടൈമിൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇതെൻ്റെ ലാസ്റ്റാണ്, എൻ്റെ ലാസ്റ്റ് ഷോയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്നാലും ഡാൻസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. താങ്ക് യു അശ്വതി. താങ്ക് യു. Thank you so much. So, it was contestant number 3 and now calling on contestant number 4. ദയവായി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീട്ടിൽ ചോദിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാം. And Praveen will answer. ഹലോ ശ്രീകുമാർ. ഹലോ. ഫസ്റ്റ് ടൈമാണോ നമ്മൾ റാമ്പിൽ വർക്ക് ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. ഈ പ്രാവശ്യം നെർവസ് അല്ലായിരുന്നല്ലോ അല്ലേ? അതിൻ്റെ ഒരു കോൺഫിഡൻസ്. കഴിഞ്ഞ ഷോയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് ഈ ഷോയിലേക്ക് വരുന്നത്? ഓക്കെ. ഈ ഷോയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രിപ്പയർ ചെയ്തത്? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? മോളും ഓക്കെ. എൻ്റെ മകളുണ്ട്, എൻ്റെ അമ്മ അച്ഛൻ, അമ്മ കിടപ്പാണ്, പിന്നെ സിസ്റ്ററുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഈ ഒരു ഷോയിൽ നിന്ന് പഠിച്ചത് എന്നെപ്പോലെ മനസ്സിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾ മുന്നോട്ട് വരാനൊരു തന്നേടം കാണിക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ധാരാളം സ്ത്രീകൾ ഇനിയും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഇതിൻ്റെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മെസ്സേജാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പല്ല് നമുക്ക് ഈ സ്റ്റേജിൽ പ്രതീക്ഷിക്കാം അല്ലേ? അല്ലേ? പ്രതീക്ഷിക്കാവുന്നവരിൽ നിന്നൊരു കൈഡി ആയാലോ? യെസ്, നെക്സ്റ്റ് ടൈം നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. 19 വയസ്സുള്ള ഒരു മകളുടെ അമ്മയാണ് ഞാൻ. മാത്രമല്ല ഷോ കാണാൻ എൻ്റെ അച്ഛനും മകളും ഓ, അവരിവിടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? ഇവിടെ നമുക്ക് കാണാത്ത രീതിയിലാണോ എങ്ങനെ? ഓക്കെ. So thank you so much for coming here. Great evening. Thank you, ma'am. Thank you so much. That was contestant number 4 for us. And now calling on contestant number 5. നീതു by default എന്നോട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ബൈ ഡിഫോൾട്ട് ഇവരോട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ. ഓക്കെ. സോ Thank you for choosing me. നീതു, ഐ നോ നേരത്തെ പറഞ്ഞൊരു യു ആർ വെരി into about keeping the body and beauty and all this stuff. നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ how do you what is important, beauty or the brain, and why? According to me, beauty is come from inside to outside. Brain and our kindness and compassion make more beauty a person a lady. And a beauty with brain make a changes in world and changes in society also. And we can change the standards of beauty in the society. So I think beauty with brains make changes. Thank you very much. Thank you. Thank you so much. So they were the 5 contestants for the Mrs. category for South Indian Style Icon Season 2. Now girls, you may exit. Thank you.